ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വേളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉരുളൻകിഴങ്ങ് ബജ്ജിയായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകട്ടെ. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് കൊണ്ട് ബജ്ജി ഉണ്ടാക്കിയതാണ് ആ പ്ലേറ്റിൽ കാണുന്നത് കണ്ട നല്ല ഭംഗിയിൽ കാണാൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കട്ടെ. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ ഒരു ബൗളിൽ 2 ഉരുളൻകിഴങ്ങ് തൊലിയൊക്കെ ചെത്തിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഇനി ഞാനത് അരിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അരിഞ്ഞിടിനോട് കൂടി അതിൻ്റെ ആ ഒരു പശ പോലുള്ള ഉരുളൻകിഴങ്ങിൻ്റെ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലേക്ക് ചെറുതാക്കി കനം കുറച്ച് അരിയണം കേട്ടോ. കനം കൂടിയാൽ നമ്മുടെ ഉരുളൻകിഴങ്ങ് വെന്ത് കിട്ടില്ല. കാരണം പരമാവധി കനം കുറച്ച് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ 2 വലിയ ഉരുളൻകിഴങ്ങായ കാരണം നമുക്ക് ഒത്തിരി വലുപ്പത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഒത്തിരി കൂടുതൽ എണ്ണ ഉണ്ടാവുകയും ചെയ്യും. കാരണം ഞാൻ 2 എടുത്തുള്ള വലുതായ കാരണം. അപ്പോൾ കണ്ടോ 2 അതുപോലെ നുറുക്കിയെടുത്തു കണ്ടോ. കനം കുറച്ച് നന്നായി കഴുകി അരിഞ്ഞിട്ടുണ്ട്. ഇനി ആ വെള്ളത്തിൽ നന്നായി കഴുകി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണ്ട. അതിൻ്റെ ഒരു ഉരുളൻകിഴങ്ങിൻ്റെ ഒരു കട്ട് പോലെയുണ്ട്. അത് പോകാൻ നല്ലതായിട്ട് അങ്ങനെ കഴുകിയെടുക്കണതേ. അല്ല വെള്ളത്തിൻ്റെ കളർ തന്നെ നോക്കിക്കേ. അപ്പോൾ അങ്ങനെ കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളൊരു ബൗളെടുത്തു. ആ ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വീഴ്ത്തിയിട്ടാണ്. അപ്പോൾ ആ മുട്ട പൊട്ടിച്ച് വീഴ്ത്തിയതിന് ശേഷം നമ്മൾ പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പോളം മൈദ ചേർത്തു കേട്ടോ. പിന്നെ ഒരു വലിയൊരു ടീസ്പൂൺ കേട്ടോ, വലിയ ടീസ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്തു. കോൺഫ്ലവറിൻ്റെ പൊടി ചേർക്കുന്നത് നല്ല ക്രിസ്പി, നമ്മുടെ സ്നാക്സിന് ഒരു ക്രിസ്പി കിട്ടാനൊരു ബലം വരാനൊക്കെ ആയിട്ടാണ് കോൺഫ്ലവറിൻ്റെ പൊടി ചേർക്കണം. പിന്നെ ചെറിയൊരു ടീസ്പൂണ് മുളക് പൊടി ചേർത്തു. മല്ലിച്ചപ്പ് ചേർത്തു കുറച്ച്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ പാകത്തിന്. ഉപ്പൊക്കെ ചേർത്ത് ഇനി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു കയ്യിലോണ്ട് ഇളക്കി കൊടുക്കട്ടെ. ആ മുട്ടയുടെ വെള്ളം നോക്കിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്തു. ഇനി എല്ലാം കൂടി ടീസ്പൂൺ കൊണ്ട് ആ മുട്ടയും മാവൊക്കെ പൊടികളൊക്കെ ഉണ്ടല്ലോ അത് കൂടി ഇളക്കി യോജിപ്പിക്കട്ടെ നന്നായി. അപ്പോൾ ഇത് കണ്ട ആ വെള്ളം മുട്ടയുടെ വെള്ളയും ഇതൊക്കെ കൊണ്ടൊക്കെ നമുക്കത് നനഞ്ഞ പോലെ അതിൻ്റെ എന്നാലും ഇത് പോരാട്ടോ. കുറച്ച് 2 ടീസ്പൂണോളം വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നുകൂടിയും ലൂസാക്കണം. നമുക്ക് ഉരുളൻകിഴങ്ങ് മുക്കിയിട്ടുണ്ടായല്ലേ, ഇത്ര കട്ടി പാടില്ല. അപ്പോൾ ഇത്തിരി കുറച്ചുകൂടി ലൂസാക്കുക. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ച് തിളച്ച് ഇത് ചൂടായി കിടക്കുക കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഓരോ പീസുകൾ ഉരുളൻകിഴങ്ങ് ചെത്തി വെച്ചെടുക്കുക. നമ്മൾ തയ്യാറാക്കിയ ഇതില്ലേ കോട്ടിങ്ങിന് മൈദ ഇതൊക്കെ കലക്കി വെച്ച് അതിൽ മുക്കിയിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇടുക കേട്ടോ. കണ്ടോ അതുപോലെ മുക്കിയിട്ട് ഓരോന്ന് എണ്ണയിലേക്ക് ഇടുക. അപ്പോൾ ഫ്ലെയിം എപ്പോഴും വല്ലാണ്ട് കൂട്ടിയേക്കരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അടിഭാഗം വേഗം മൊരിഞ്ഞും കരിഞ്ഞൊക്കെ പോകും. അപ്പോൾ വേഗം അങ്ങനെ അടിഭാഗം മാത്രം മൊരിയാതിരിക്കും ചെറിയ ഫ്ലെയിം ഇട്ടാൽ മതി. അപ്പോൾ അതിന് ഉള്ളിലത്തെ ഉരുളൻകിഴങ്ങൊക്കെ വെന്ത് കിട്ടണ്ടേ. അപ്പോൾ അതിന് നമ്മൾ അധികം മീഡിയം ഒരു ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോഴേ നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ ചെത്തിയത് അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ അതൊക്കെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതിന് കുറച്ചൊരു ഫ്ലെയിം കുറച്ച് വയ്ക്കുക, കൂടുതൽ സ്പീഡിലിടാതെ. ഇപ്പോൾ ഇത് അടിഭാഗം ഒത്തിരി ക്രിസ്പിയായി വന്നു തുടങ്ങിയിട്ട് മൊരിഞ്ഞു തുടങ്ങിയിട്ട് നമ്മളൊന്ന് മറച്ച് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് നേരം അങ്ങോട്ട് കൂടെ ഒന്ന് മറച്ചെടുക്കുക കേട്ടോ ഇടയ്ക്ക് കണ്ട. അപ്പോൾ ഈ ഭാഗം പച്ച അതിൻ്റെ ഇപ്പോൾ ഒരുവിധം 2 ഭാഗം മൊരിഞ്ഞ് വെന്ത് കിട്ടിയിട്ടിട്ട്. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റോളം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ ഇട്ടു. അപ്പോൾ നമ്മളത് എടുത്ത് മാറ്റി എണ്ണയെന്ന്. പിന്നെ ഒരു കുറച്ചുകൂടി ഉള്ളത് ഇനി 2 ട്രിപ്പ് ഒരു 3 കൂടി നമ്മൾ ആവിയിൽ മുക്കിയിട്ട് നമ്മൾ എണ്ണയിലേക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒരുവിധം മൊരിഞ്ഞ് തുടങ്ങിയിട്ട് 2 ഭാഗം ഒരേപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടിട്ട്. അപ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ കണ്ട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കോൺഫ്ലവറിൻ്റെ പൊടിയൊക്കെ ഉള്ള കാരണം നല്ല മുകൾ ഭാഗം നല്ല ക്രിസ്പി, നല്ല ഉൾഭാഗമൊക്കെ നന്നായി വെന്തിട്ടിട്ട് അധികം ഫ്ലെയിം കൂട്ടിയിടാത്ത കാരണം. അപ്പോൾ ഇതേ കണ്ട ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാതും ഇതേ കണ്ടതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതുതായി എല്ലാവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബായ്.